ഓരോ ദിവസവും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്കൊന്നും 1 കിലോ അരി വാങ്ങണമെങ്കിൽ തന്നെ 55 രൂപ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടാതെ ഞങ്ങൾ പുറകോട്ട് മാറില്ല. 18 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണതാ. പിന്നെ ഞങ്ങൾ ആരോടാ ചോദിക്കണത്? ഇവരോടല്ലാതെ. ഞങ്ങൾ തയ്യാറല്ല. 62 വയസ്സാകുമ്പോൾ ഞങ്ങളോട് പൊടിയും തൂത്ത് വീട്ടിൽ പോയിക്കോളാൻ പറയണ എവിടുത്തെ നീതി, എവിടുത്തെ ന്യായം? അങ്ങനെ കണ്ണടയ്ക്കുന്നവര് ഒരു കാര്യം ഓർത്തോളുക, ഞങ്ങൾ അവരുടെ കൂടെ ഇത്രയും കാലം നിന്നതാണ്. ഇനിയും ഞങ്ങളെ തള്ളി പുറകോട്ട് മാറ്റുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളോട് ഒരു വാക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രക്ഷോഭം ഉണ്ടാകത്തില്ലായിരുന്നു. മാഡം എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മാഡത്തിന് വോട്ട് മാത്രം മതി. ഈ കാണുന്ന ഇത്ര ആശമാര് ചെയ്യുന്ന വോട്ടും ഈ ഇത്രയും നാളെ CITUവിന്റെ കൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായ? ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വന്ന മന്ത്രിമാര് ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് അറിയണം. ഇവര് അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ കൂടുതലുണ്ട്. ഞങ്ങളുണ്ടായിട്ടല്ലേ മന്ത്രിമാരുണ്ടാകുന്നത്. കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം തുടർന്നു വരികയാണ്. ഇന്ന് ഇത് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക എന്ന തലത്തിലേക്ക് അവരുടെ സമര രീതികൾ അവർ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുഴുവൻ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ആശാ വർക്കർമാർ അവരുടെ സമര രീതി തന്നെ കടുപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് പ്രവർത്തനങ്ങളൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഇന്ന് ആശാ വർക്കർമാർ നടത്തുന്നത്. എന്തായാലും അവരുടെ നിലപാടുകളിൽ മാറ്റമുണ്ടോ, പുതിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഇനിയും അവരുടെ ആവശ്യങ്ങൾ, എന്താണ് അവരുടെ നിലപാട്, സർക്കാരിൻ്റെ ഈ നിലപാടിനോട് അവരുടെ പ്രതികരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സമരം 36ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ നിലപാടിനോട് എന്താണ്? ഇത്രയും ദിവസം സമരം ചെയ്തു, അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത്? സർക്കാരിനോട് നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാവങ്ങളുടെ പൈസ കിട്ടണം. ഞങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഓരോ ദിവസവും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്കൊന്നും 1 കിലോ അരി വാങ്ങണമെങ്കിൽ തന്നെ 55 രൂപ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇത്രയും സംസാരിച്ചത്. സമരം ശക്തമായിട്ട് തന്നെ പോകും. ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടാതെ ഞങ്ങൾ പുറകോട്ട് മാറില്ല. 18 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണതാ. പിന്നെ ഞങ്ങൾ ആരോടാ ചോദിക്കണത്? ഇവരോടല്ലാതെ. ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ തന്നേ പറ്റുള്ളൂ. 62 വയസ്സാകുമ്പോൾ ഞങ്ങളോട് പൊടിയും തൂത്ത് വീട്ടിൽ പോയിക്കോളാൻ പറയണ എവിടുത്തെ നീതി, എവിടുത്തെ ന്യായം? അതിന് ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം. ജോലി എടുത്താൽ കൂലിയില്ല. 4 മാസം അല്ല 5 മാസം ആകുമ്പോൾ വീണ്ടും ഈ വാതൊക്കെ വന്ന് ഞങ്ങൾ സമരം ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ 1 മാസത്തെ ശമ്പളം തരുള്ളൂ. ഇനി ഞങ്ങളത് അനുവദിക്കുകയല്ല. ഞങ്ങൾക്ക് തിറ്റുമായ ഞങ്ങളെ മാസം തോറും കിട്ടിയിരിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ജീവിതകാലം ഒരു സമരം ചെയ്യേണ്ടി വന്നാൽ ചെയ്തിരിക്കും. ബദലായിട്ട് സർക്കാർ ഒരു പരിശീലനമൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് അറിഞ്ഞാണല്ലോ. അത് വെറുതെ ഞങ്ങൾ അംഗീകരിക്കാലത്. ഞങ്ങൾ തടസ്സപ്പെടുത്തും. അത് ഞങ്ങൾക്ക് 18 വർഷം ഞങ്ങൾ ഇതിനകത്ത് സേവനമുണ്ട്. ഇപ്പൊ കൊണ്ടുവരുന്നവരെ ഏത് ട്രെയിനിങ്ങിന്റെ പേരല്ല, ഞങ്ങൾ 9 മൊഡ്യൂളുടെ ട്രെയിനിങ്ങും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റോടുകൂടെ ഞങ്ങൾ ഇതിനകത്ത് വന്നത്. ഒന്നുമില്ലാതെ ജോലി ചെയ്തവരാ ഞങ്ങള്. ഇപ്പം എന്തിന്റെ പേരിലാ പകരം ആള് വരാൻ പോണേ? ഞങ്ങൾക്കറിയണം. കോവിഡ് കാലത്ത് ഞങ്ങൾ ഈ കേരളത്തെ സംരക്ഷിച്ചെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചല്ലേ. ഞങ്ങൾക്ക് പുരസ്കാരമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ജീവിത സാഹചര്യമാണ് ഒരുക്കി തരേണ്ടത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണ്ടേ? ഞങ്ങൾക്ക് പ്രായമായ ഞങ്ങൾക്ക് എവിടെയെങ്കിലും അനാഥാലയത്തിൽ പോയാൽ മതിയോ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിനുള്ള സംവിധാനം ഈ സർക്കാർ ഉണ്ടാക്കി തരണം. ആരോഗ്യമന്ത്രിയുടെ നിലപാടിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആരോഗ്യമന്ത്രി ഇടപെട്ടാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണം. അതുവരെ ഞങ്ങൾ ഇതിന് സമരം ചെയ്യും. ഞങ്ങൾക്ക് അവരോടെല്ലാം സമരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ആര് കൊടുത്തോ കൊടുത്തില്ല അത് ഞങ്ങൾക്ക് ബാധ. ഞങ്ങളെ ആരോഗ്യമന്ത്രിയുടെ കീഴിലാണ്. അപ്പം അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. അതാണ്. അത് കിട്ടാതെ ഞങ്ങൾ പോവുകയല്ല ഇവിടുന്ന്. ഈ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ നിങ്ങൾക്ക് സഹായ വാഗ്ദാനമായിട്ട് എത്തിയിരുന്നു. അപ്പോൾ അതിനോടുള്ള പ്രതികരണം എന്താണ്? സഹായ വാഗ്ദാനമൊക്കെ ആയിട്ട് എത്തി. അതിനോട് ഞങ്ങൾക്ക് നല്ല പ്രതികരണം. പക്ഷെ ഞങ്ങൾക്ക് വാക്കാൽ മേടിച്ച് തന്നാൽ പോരാ, ഞങ്ങൾക്ക് അത് ഓർഡറാക്കി തരണം. ഓർഡറാക്കി തന്നെങ്കിലേ ഞങ്ങൾക്ക് അതിന് നിയമസാധ്യത ഉണ്ടാവുള്ളൂ. വാക്കാൽ പറഞ്ഞുകൊണ്ട് കാര്യമാകത്തില്ല. ഞങ്ങൾക്ക് അത് ഓർഡറാക്കി തന്നെ എങ്കിലേ ഞങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടത്തുള്ളൂ. ഏത് കാര്യമാണേലും പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കും ഞങ്ങൾക്ക് ഓണറേറി വർദ്ധിപ്പിച്ച് വരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഓർഡറാക്കി തന്നെ, ഞങ്ങൾക്ക് സർക്കുലർ വരണം. എന്നാലേ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ മേലധികാരികൾ അംഗീകരിക്കത്തുള്ളൂ. അങ്ങനെ അംഗീകരിച്ച് കിട്ടണം ഞങ്ങൾക്ക്. ഇപ്പൊ ഇത്രയും ദിവസം സമരം ചെയ്യല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം ഞങ്ങളുടെ സമരം കണ്ട് കണ്ണു തുറക്കേണ്ടത് ആരാ? ഞങ്ങളുടെ സമരം കണ്ട് സർക്കാരാണ് കണ്ണു തുറക്കേണ്ടത്. ഈ സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. ഇപ്പൊ ഞങ്ങൾ അവരെ ഞങ്ങളെ കണ്ടില്ല എന്ന് ഓർത്ത് അവർ കണ്ണടക്കിയാണ്.
കണ്ണടയ്ക്കുകയാണ്. അങ്ങനെ കണ്ണടയ്ക്കുന്നവര് ഒരു കാര്യം ഓർത്തോളുക, ഞങ്ങൾ അവരുടെ കൂടെ ഇത്രയും കാലം നിന്നതാണ്. ഇനിയും ഞങ്ങളെ തള്ളി പുറകോട്ട് മാറ്റുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടല്ലേ ഈ ജോലി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് കോവിഡ് കാലത്ത്, പ്രളയകാലത്ത് ഇതൊക്കെ ഞങ്ങളുടെ അവരുടെ ബന്ധുക്കൾ പോലും കോവിഡ് കാലത്ത് വീട്ടുകാരെ ഇട്ടിട്ട് പോയി. ഞങ്ങളാണ് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കുകയും ആ രോഗിയുടെ കൂട്ടത്തിൽ കൂട്ടുപോയത് ഞങ്ങളാണ്. PP കിറ്റൊക്കെ രാത്രി സംഘടിപ്പിച്ചാണ് വയറിളക്കമായിട്ട് കിടന്ന ആൾക്കാരെയൊക്കെ പൊക്കി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയത്. ഞങ്ങളുടെ വാർഡിലെ മെമ്പർമാർ മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി വേണം ഞങ്ങൾ. ഫ്ലഡിന്റെ സമയത്തും അതുപോലെ തന്നെ വെള്ളം നീന്തി കയറിയാണ് ഞങ്ങൾ ഓരോ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും ആ വീട്ടിലുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ അഹോരാത്രം പണിയെടുത്തിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി മുങ്ങി ഞങ്ങളുടെ സാധന സാമഗ്രികൾ വരെ നശിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ നേരെ എന്താണ് ഈ അധികാരികൾ കണ്ണു തുറക്കാത്തത്? കണ്ണു തുറക്കണം, ഇത്രേ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളുടെ സമരത്തെ ഈ നേതാക്കന്മാർ പരിഹസിക്കുന്ന ഒരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിഹാസങ്ങളോട് എന്താണ്? ആരെന്ത് പരിഹസിച്ചാലും ഞങ്ങൾക്കത് ബാധകമല്ല. അവരത് അതേ രീതിയിൽ അവരോട് പറയും. ഞങ്ങളുടെ ഈർക്കിലി സമരമാണോ ഈ കാണായ ആശമാര് മുഴുവൻ വന്നിരിക്കുന്നത്? ഈർക്കിലി സമരത്തിനാണോ? ഒരു സമരത്തിനല്ല. ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഇതിനകത്ത് ആശമാരല്ലാതെ വേറെ ഒരു വ്യക്തിയില്ല. അതാത് ജില്ലകളിലെ ആശമാര് സ്വന്തം ആശമാർക്കറിയാം, അല്ലാതെ ആൾക്കാർക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുത്തിട്ട് തന്നെ പോകണം. ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജോലി നഷ്ടമാകും അങ്ങനെ എന്തെങ്കിലും ഒരു ഭയം ഉണ്ടോ? ജോലി ഭയവുമില്ല. ജോലി നഷ്ടമാകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. എങ്ങനെ നഷ്ടപ്പെടുത്തും? 18 വർഷം ജോലി ചെയ്ത ഞങ്ങളുടെ ജോലി എങ്ങനെ അവർ നഷ്ടപ്പെടുത്തും? ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അവർക്ക് ഞങ്ങളുടെ ജോലി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഈ കോവിഡ് പിടിച്ച് കിടന്ന സമയത്ത് ഞങ്ങൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി നടക്കുമ്പോൾ കോവിഡ് വീണ് പറ്റി മേലാതെ കിടക്കുന്ന ആൾക്കാരെ എടുത്തോണ്ട് പോകാൻ ഞങ്ങൾ ഈ ആശമാർ മാത്രമേ ഉള്ളായിരുന്നു. അന്നേരം ഒന്നും ഈ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും പെരടാത്തിരിക്കുകയായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും പെരടാത്തുന്നുണ്ട്. ഈ ആശമാരെല്ലാവരും ഇറക്കി വിട്ടിരുന്നത്. അന്നേരമൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ എന്താ ഞങ്ങളെ വേണ്ടാത്തത്? ഇപ്പോൾ സർക്കാർ ബദലായിട്ടൊരു പരിശീലന പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിനോട് എന്താണ്? സർക്കാർ ബദലായിട്ട് ഇപ്പം പരിശീലനം ഞങ്ങൾ ഇവിടെ ഇപ്പൊ സമരത്തിന് വരുന്നെന്ന് അവർ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത പരിപാടിയായത്. ആശമാരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കരുതെന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിൽ അവർ മുൻകൂട്ടി ചെയ്ത പരിപാടിയത്. ആരോഗ്യമന്ത്രി ചർച്ചയ്ക്കൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ആ ചർച്ചയ്ക്ക് ഒരു പരാജയമായിരുന്നു അല്ലേ? ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം ഞങ്ങളോട് ഒരു വാക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രക്ഷോഭം ഉണ്ടാകത്തില്ലായിരുന്നു. മാഡം എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മാഡത്തിന് വോട്ട് മാത്രം മതി. ഈ കാണുന്ന ഇത്ര ആശമാര് ചെയ്യുന്ന വോട്ടും ഈ ഇത്രയും നാളെ CITUവിന്റെ കൂടെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായാ? ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമായിരുന്നു അല്ലേ? മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? തയ്യാറാകണം. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന് പറയുന്നത്? മുഖ്യമന്ത്രി അറിയാതെ ഇരിക്കുവാണ്. കേന്ദ്രം വരെ എത്തിയ ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ ഇരിക്കുവാണ്. ഇത് അറിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തന്നത്? ഇപ്പോഴല്ലല്ലോ ശമ്പളം കൂട്ടിയത്, നേരത്തെ അല്ലേ? അത് ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് തരാൻ തുടങ്ങിയത്? ഇത്രയും നാള് ശമ്പളം കൂട്ടിക്കൊണ്ടിരുന്ന ഇപ്പോഴാണ് ഞങ്ങൾക്ക് തരാൻ തുടങ്ങിയത്. നേരത്തെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇപ്പൊ അത് എങ്ങനെ? ക്രൈറ്റീരിയ അനുസരിച്ചാണ് ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി തരുന്നത്. 10 ക്രൈറ്റീരിയ ഉണ്ട്. ഓരോരോ അവലോകന യോഗങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം വിട്ടുപോയാൽ ഒരാളുടെ 700 രൂപയാണ് പോണത്. ആ 7,000 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ഒരു 4 പ്രാവശ്യം, ചിലപ്പോൾ മിനിമം 3 പ്രാവശ്യമെങ്കിലും ഒരാഴ്ച ചിലപ്പോൾ ഒരു മാസത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ 700 രൂപ വെച്ച് കുറയുമ്പോൾ അതിൻ്റെ ബാക്കി പൈസയല്ലേ കിട്ടുന്നുള്ളൂ. അല്ലാതെ എല്ലാ ജോലിക്കാർക്കും കിട്ടുന്ന പോലെ മുഴുവൻ ശമ്പളം കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾക്ക് 10 ക്രൈറ്റീരിയ അനുസരിച്ചുള്ള പൈസയാണ് സർക്കാർ തരുന്നത്. അത് പോരാന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വേലയെടുക്കുന്ന പൈസ ഈ 232 രൂപയ്ക്ക് ഇന്ന് ആര് പണിയെടുക്കും? ഞങ്ങൾ ഇത്രയും കാലം 232 രൂപയ്ക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ സേവിച്ചില്ലേ? എന്തെങ്കിലും ഞങ്ങൾക്ക് കൂട്ടിത്തരാൻ പാടില്ലേ? അതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് മാറുന്ന പ്രശ്നം ഇല്ലെന്ന് ഞങ്ങൾ മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഇത് കിട്ടാതെ ഞങ്ങൾ മാറിയല്ല. ഈ 232 രൂപ എന്തിനുണ്ട്? ഈ മന്ത്രിമാരുടെയൊക്കെ വീട്ടിലെ വളർത്തു പട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന കാശല്ല 232 രൂപയുള്ളു. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വന്ന മന്ത്രിമാര് ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് അറിയണം ഇവര്. അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുണ്ടായിട്ടല്ലേ മന്ത്രിമാരുണ്ടാകുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതാ. ഈ കേരളത്തിൽ നടന്ന ആശാവർക്കാർമാരുടെ ധീരോദാത്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ഗവൺമെന്റ് നിങ്ങൾ എന്ത് പ്രഖ്യാപിക്കൂ? ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ മിനിമം വേതനം, മിനിമം കൂലി, പണിയെടുക്കുന്നവർക്ക് മിനിമം കൂലി തരാനുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രക്ഷോഭം
നിങ്ങൾ എത്ര കടുത്ത രീതിയിൽ നേരിട്ടാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ ഡിമാൻഡ് നേടിക്കൊണ്ട് തന്നെ മാത്രമേ ഈ അനന്തപുരിയിൽ നിന്നും ആശാവർക്കന്മാർ പിരിഞ്ഞു പോകുകയുള്ളൂ എന്ന് ഒന്നുകൂടി വീണ്ടും വീണ്ടും നിങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട്, ശക്തമായി പറഞ്ഞുകൊണ്ട്, ഈ പല പല നിരവധിയായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുത്തിത്തിരിപ്പുകളും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ആശാവർക്കർമാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, ആശാ സമരം സിന്ദാബാദ്. നമ്മുടെ ഈ സമരം 30 ദിവസം നടക്കുന്ന ഈ രാത്രി സമരം ഇത്രമേൽ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടെത്തിച്ചത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ഈ സമരത്തെ അവരുടെ ഓരോരുത്തരുടെയും വീട്ടിലെ വനിതകൾ നടത്തുന്ന ഒരു പ്രക്ഷോഭമായി കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം അതിരാവിലെ വന്ന് രാത്രി വരെ നമ്മളോടൊപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ മാധ്യമങ്ങൾ സൈഡിലേക്ക് വിളിച്ചത് നന്നായിരുന്നു. കാരണം ഞങ്ങളുടെ പുറകിലുള്ള വലിയ നിര